കേക്കാവോ? കേക്കാം. എന്താണ് ഈ വശത്തി? എടാ ഇത് മറ്റേ മുച്ചിറി ഫുണ്ട എടുത്ത് വെച്ച് മാറ്റിയതായിരുന്നു അവൻ TDM കളിക്കാൻ പോവാന്. എന്തൊരു കഷ്ടം പറയണേ ദൈവമേ. ഞാൻ ആദ്യം ഓർത്ത് അവൻ ഫോണായിരുന്നു. ഇത് മുച്ചിറി അവൻ ഇങ്ങനത്തെ ഇടുന്നത്. ഒരു മിനിറ്റ്, എനിക്കിപ്പോ ഒരു കൺഫ്യൂഷൻ. ഏത് ബട്ടണിലായിരുന്നു ഞാൻ ഇത് വെച്ചേന്ന്? ഇത് പെട്ടെന്ന് എനിക്ക് ഇത് കൊള്ളാൻ ഡ്രസ്. ആ പറയടാ. നീകൻ ആരെയോ തല്ലിക്കൊന്ന് വീഡിയോ പിടിച്ച്. നീകൻ ആരെയോ തല്ലിക്കൊന്നോ? നീകൻ ആരെയോ തല്ലിക്കൊന്നു വീഡിയോ പിടിച്ച്. ഇപ്പൊ എല്ലാരും പീഡിയിലോ? അതെ. ഹലോ റേഡിയോ. ഹലോ ആകുന്നൊക്കെ കേൾക്കുന്നത്. നിങ്ങളൊക്കെ എവിടെയാ? ഹലോ സ്റ്റേഷനിൽ അവരെന്താ ഇറക്കിട്ട് ഇപ്പൊ 5 മിനിറ്റ്. നീ അങ്ങോട്ട് വരാം. എടാ വാടാ, വണ്ടി എടുത്തടാ. ഇത് മതി ഡ്രസ് ഒന്ന്. കേറ്. എന്തൊക്കെയാ നടക്കണേ ഇവിടെ? ഡ്രസ് മാറിട്ട് പോണോ? ഇല്ല കുഴപ്പമില്ല, പോട്ടെ. ഇങ്ങനെ കണ്ട ജെൻസി പിള്ളേരടക്കം വിളിച്ചേക്കണ്ടേടാ. നമുക്ക് മനസ്സുകൊണ്ട് പ്രായമായെന്ന് മാത്രമല്ലോ, നമ്മള് അപ്പിയറൻസ് കൊണ്ട് പ്രായമായെന്ന് അറിയിക്കരുത്. സത്യം. എന്താടാ? അതെ. ഇതാണോ ഈഗിൾ ഗെയിമിംഗ് എന്നോ? അതെ, ഇതാണ് ഈഗിൾ ഗെയിമിംഗ്. ഈ ഫേസ് ക്യാമിൽ ഇരിക്കുന്നത്. പക്ഷെ ഇത് പരിന്തോഷമാണ്. ഇതെന്താ പാട്ട് കേൾക്കണേ? ഹലോ, എന്റെ ഫോൺ ചില്ലൊക്കെ ചെയ്തു. ഞാൻ മലയൊക്കെ കയറും ഇങ്ങനെ പാട്ടൊക്കെ. മറ്റേ പെണ്ണ അയ്യോ ഹലോ സാർ. സാറേ പറഞ്ഞോ. സാറേ, നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാരെ ഇവിടെ ഒരു കേസിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു. ഞാൻ ആ ഫാമിലിയുടെ ലീഡർ ആയിരുന്നു. അങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞായിരുന്നു PDന്ന്. ഓക്കെ, മനസ്സിലായി. നീഗൻ എന്ന് പറയുന്ന പുള്ളിയാണോ? അത് തന്നെ ആള് തന്നെ. ഓക്കെ സാർ. സാറേ മറ്റേ TV മറ്റേ ഫാമിലി വന്നിട്ടുണ്ട് സാറേ. ആണോ? അതിന്റെ ലീഡർ വന്നിട്ടുണ്ട്. അവരെന്തി സാറേ മേളോട്ട് പോകട്ടെ. സാറേ കൊണ്ടുവരട്ടെ. ഹലോ അണ്ണാ, ഇതെന്താ പൂക്കിയൊക്കെ ആയിട്ട്? ചന്ദ്രൻ എന്തി? അകത്ത് സാർ എന്റെ എടുക്കുവോ? ഡെബിറ്റ് കാർഡ് ഒന്നും ഇല്ല സാർ. എന്നെ അകത്തോട്ട് കയറ്റി വിടും. ബാക്കിയുള്ളവരെയൊക്കെ അങ്ങ് പുറത്തോട്ടുണ്ട്. ഹലോ, ഹലോ, അതാണ് പുള്ളിക്കാരനാണ്. പറടാ. സാറേ, എന്തായിരുന്നു പ്രശ്നം? എന്ത് പറ്റി? സാറേ ഒന്നുമില്ല സാറേ, നമ്മള് PD ഫ്രണ്ടിൽ നിൽക്കുമായിരുന്നു. അപ്പൊ ഒരു ഫയറിംഗ് സിറ്റുവേഷൻ കേട്ടു. അപ്പൊ നമ്മളവിടെ ചെന്നപ്പോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള നീഗൻ എന്ന് പറഞ്ഞ ആള് ഒരാളെ, സാറേ ഒന്ന് സൈലന്റ് ആകുമല്ലോ. നീഗൻ എന്ന് പറഞ്ഞ ആള് ഫയർ ചെയ്യണം നമ്മള് കണ്ടു. ഒരാളെ ഡൗൺ ആക്കി.
ഒരു സിറ്റിസണാ. ഓക്കെ നമ്മളാളെ ടേസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയപ്പോ ആള് ഓടി PD വണ്ടി എടുക്കാൻ നോക്കി. PD വണ്ടി ഇതായിരുന്നു, ലോക്കറ്റായിരുന്നു. ഓക്കെ ഓക്കെ PD വണ്ടി എടുക്കാൻ വേണ്ടി നമ്മൾ ഒന്നും കൂടെ ടേസ് ചെയ്തപ്പോ പുള്ളി ഗൺ എടുത്തു. ഓ ഗണ്ണെടുത്ത് നമ്മൾ ടേസ് ചെയ്ത് പുള്ളിനെ സെല്ലിലോട്ട് കൊണ്ടുവന്നു പീഡിയുടെ. നമ്മുടെ ഇത് പ്രൊസീജിയർ ആയിട്ട് നമ്മൾ സെർച്ച് ചെയ്യും. ഓക്കെ സാർ. നമ്മൾ സെർച്ച് ചെയ്തപ്പോ പുള്ളിയുടെ കയ്യിൽ നിന്ന് ഒരു 7 ഗണ്ണ് കിട്ടി. ഓക്കെ അണ്ണദർ ഓക്കെ. പിന്നെ ബാക്കി 7 പിന്നെ 78 പോഷൻ, 68 വേറെന്തോ ബ്ലൂ പോഷൻ, പിന്നെ കുറച്ച് ബുള്ളറ്റ്, പിന്നെ 102 ബ്ലാക്ക് മണി, അത്രയും കിട്ടി. ഈ സിറ്റുവേഷൻ ഒക്കെ നടക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഒരു കോള് കിട്ടിയായിരുന്നു നമുക്ക്. ഒരു സിറ്റിസൺ വിളിച്ചതെന്ന് പറഞ്ഞാൽ നീഗൻ സിത്ത് എന്ന് പറഞ്ഞ പുള്ളി ഗൺ ഡീലിംഗ് നടത്തുന്നുണ്ട്, ഫോട്ടോ അയച്ചു തരാന്ന് പറഞ്ഞ പുള്ളി കോള് കട്ട് ചെയ്തു. പിന്നെ പുള്ളിനെ കണ്ടിട്ടില്ല. ഇത് കഴിഞ്ഞിട്ടാണ് ഈ സിറ്റുവേഷൻ നടന്നു. സാർ ഇപ്പൊ കൺഫേം ചെയ്യാം. അത് അണ്ണോ ഒറ്റ ഇപ്പൊ ഞാൻ പറഞ്ഞു. പേര് അങ്ങനെ പറയാൻ പറ്റത്തില്ല സാറേ. പേര് പറയാൻ പറ്റത്തില്ല സാർ. നമ്മളെ സൈഡിൽ നിന്നുള്ള കുറച്ച് ടീംസ് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അവര് തന്നെ ആണെങ്കിൽ അല്ലല്ല ഞാൻ പറഞ്ഞു സാറേ, ഇത് അൺനോൺ നമ്പറിൽ നിന്നാ വന്നത്. അപ്പൊ നമുക്ക് ഇത് ആരാന്ന് അറിയാൻ പറ്റൂല. ഓക്കെ നമുക്കിപ്പോ ഇത് കൺഫേം ചെയ്യാൻ പറ്റൂല. വെറുതെ അല്ല സാറേ, നമുക്കിപ്പോ ആര് അൺനോൺ നമ്പർ വിളിച്ചാൽ കൺഫേം ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആളുടെ നിന്ന് ഇത്രയും ബൾക്കായിട്ട് ഒരു ഇല്ലീഗൽ ഗൺസ് കിട്ടാൻ നേരത്ത് നമുക്കത് കൺഫേം ചെയ്താലേ പറ്റൂ സാറേ. ഓക്കെ, ഇതിപ്പോ നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ലൈക്ക് ഒരു വക്കീലുണ്ടെങ്കിൽ ജയിലിട്ടിട്ട് എങ്ങനെയാ പ്രൊസീഡ് ചെയ്തോ, കുഴപ്പമില്ല, ഞങ്ങൾ ബാക്കി നോക്കിക്കോളാം. സാറേ അവനെ നമുക്ക് ഇറക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഇറക്കാൻ വഴിയുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ അണ്ണന്ന് വരാം. എനിക്കൊരു കാര്യം പറയാനാണ്. അണ്ണന്ന് വരാം. ആൾക്ക് നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ ആള് സെല്ലിലോട്ട് സംസാരിക്കാൻ പറഞ്ഞു. ഓ സാറേ എനിക്കൊന്ന് സംസാരിക്കണം സാർ, എനിക്കൊന്ന് സംസാരിക്കണം. എന്നെ മാത്രം വേറെ ആരും വിടല്ല, വേറെ ആരും വിടല്ല. ഓക്കെ സാർ വാ സാർ വാ. ഒരാളെയോ? വാ വാ സാർ വാ. ഇല്ല ഞാൻ മാത്രം പോകാം, ഞാൻ മാത്രം പോകാം. കേട്ടില്ല. പ്രോസസ് ചെയ്ത് ആളെ കാണണം. എടാ 7 ഗൺ ഇവന്റെ എങ്ങനെ വന്നടാ? ഒരാൾക്കല്ലേ സാറേ, സംസാരിക്കണമെന്ന് കുഴപ്പമില്ലല്ലോ. അതാർക്കാ അവിടെ പ്രശ്നം? അവന് പീടിന്ന് മാറ്റണമല്ലോ. ആഹാ സാറിന്റെ പേരെന്തായിരുന്നു? എന്റെ പരന്തുവാസു സാർ, പരന്തുവാസു. സാറേ നമുക്കിതിപ്പോ ഇത്ര ഇതായ കാരണം പുള്ളി ഇപ്പൊ ഒരു ഗണ്ണും ഇല്ലായിരുന്നു നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇത്ര ബൾക്കായിട്ട് വന്ന കാരണമാണ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി സാറേ, മനസ്സിലായി. എനിക്കൊരു പിടുത്തം ഇല്ല സാർ, ഇത്രയും ഗണ്ണ് എന്റെ കയ്യിൽ എങ്ങനെ വന്നു? എനിക്ക് അവനോടൊന്നും സംസാരിക്കാം. നമുക്ക് ഇതിനു മുമ്പ് ഒരു കോള് കിട്ടി. ഓക്കെ, നമുക്കത് ബേസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇത് ഇത്രയും ഗണ്ണ് കിട്ടിയപ്പോഴാണ് നമ്മൾ കൺഫേം ചെയ്തത്. ഹലോ സാർ. സാറേ നമ്മളൊക്കെ ലീവ് സാർ ഒന്നും സംസാരിച്ചോട്ടെ. ഹലോ നീക അടുത്തോട്ട് എനിക്ക് കേൾക്കുന്നില്ല. ഒരു അബദ്ധം പറ്റിയെണ്ണ. എന്താ അബദ്ധം? പിടിച്ച് നിന്റെ 7 ഗണ്ണ് എവിടുന്ന വന്നേ? അതാ മറ്റേ ഇത് പോയ ചീത്തയ തോക്സില്ലേ? അതാ ചീത്തയ തോക്കല്ലല്ലോ അത്. ചീത്തയ തോക്കണ്ണ, ചീത്തയ തോക്ക. ഒരു സെക്കൻഡ് സാറേ, ഇവന്റെ പിടിച്ച തോക്ക് ഡ്യൂറബിലിറ്റി ഇല്ലാത്ത ചീത്തയ തോക്ക്. ഞാൻ പറയാം സാറേ. 7 ഗണ്ണുണ്ടായിരുന്നു ടോട്ടലി. പിന്നെ കുറച്ച് പോർഷൻസ് ഉണ്ടായിരുന്നു. 6 ഗണ്ണ് ഫുൾ ഡ്യൂറബിലിറ്റിയും 1 ഗണ്ണ് ആള് യൂസ് ചെയ്ത ഗണ്ണുമാണ്. എന്ന് വെച്ചാൽ എത്ര പകുതിയോ മുക്കാലോ എന്തോ യൂസ് ചെയ്ത ഗണ്ണുമാണ്. ഓക്കെ സാർ, ഓക്കെ. ഒരു സെക്കൻഡ്. എടാ ഞാൻ നിന്നെ രക്ഷിക്കാനാ നോക്കുന്നത്. നീ എന്നോട് കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇവിടെ കിടക്കത്തേ ഉള്ളൂ. നിനക്ക് അതിന്റെ പണിഷ്മെന്റ് TV-ന്നും കിട്ടും ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ. 6 ഗണ്ണ് ഫുൾ ഡ്യൂറബിലിറ്റി, 1 ഗണ്ണ് നീ യൂസ് ചെയ്ത ഗണ്ണ്. ഇല്ലണ്ണ, ശരിയാണ്. എടുത്തണ്ണ, സത്യം പറയാം. എവിടെ നിന്ന് എടുത്താ അണ്ണ? അത് വണ്ടി വന്നപ്പോ. ഏത് വണ്ടി വന്നപ്പോ? കൺസൈൻമെന്റ് വണ്ടി വന്നപ്പോ. ഇത് നിനക്കല്ലാതെ വേറെ ആർക്കൊക്കെ അറിയാം? അണ്ണത് എനിക്ക് മാത്രം അറിയില്ല. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല.
നീ ആരോടും പറഞ്ഞിട്ടില്ല? ഇത് കുറച്ച് പൈസ ഒക്കെ അത്യാവശ്യം വേണ മരിച്ചടിക്കാൻ ആർക്കും അറിയില്ലണ്ണ. നീ ടിവിയുടെ മെയിൻ സ്ലോട്ടിങ് സസ്പെൻഡ് ആണേ നീക. നീ അറിയാതെ അല്ല പറഞ്ഞോ. സാറേ വേറൊന്നും ചോദിക്കുകയല്ല. ഓക്കെ അപ്പൊ സാർ എന്ത് നമ്മള് സാർ നിങ്ങൾ പ്രൊസീഡ് ചെയ്തോ. നമ്മളെന്താ ഇപ്പൊ നിങ്ങളെ വിളിക്കായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അത് മോശമല്ലേ? അതാണ് നിങ്ങളെ വിളിപ്പിച്ച്. അതും ഇത്ര 7 ബൾക്കായിട്ട് കിട്ടിയാൽ മാത്രമാണ് ഞങ്ങൾ നിങ്ങളെ വിളിച്ചത്. മനസ്സിലായി സാർ, മനസ്സിലായി. നിങ്ങൾക്കും ഇവിടെ കുറെ ഡെക്കോറംസ് ഒക്കെ കീപ്പ് ചെയ്യേണ്ട കാര്യമുണ്ടല്ലോ. പ്രൊസീജിയർ ഒക്കെ ഉണ്ടല്ലോ. അതും വീടിന്റെ ഫ്രണ്ട് വെച്ച് അടിച്ചിട്ട് ഞങ്ങള് കൺമുമ്പി വെച്ചാണ് അടിച്ചിട്ട്. അത് കാരണമാണ്. മനസ്സിലായി സാർ, മനസ്സിലായി. കറണ്ട് പോയി കേട്ടാ. സാറിനെ വെളി ഇറക്കി തരാം. ഓക്കെ സാർ നേരെ വന്നോളൂ. എങ്ങോട്ടാ സാറേ? എങ്ങോട്ടാണ്? ഇത് വഴിയോ? നേരെ വന്നോളൂ സാറേ, നേരെ വന്നോളൂ. നേരെ വെക്കോളൂ സാറേ, നേരെ വന്നു. കറണ്ട് ബില്ല് അടച്ചില്ലായിരുന്നോ സാറേ? അല്ല സാർ, ഇത് സിറ്റിയിൽ പവർ മൊത്തത്തിൽ പോയാണോ? ഫുള്ള് പോയത് സാർ. ഇത്രയും കള്ളന്മാരൊക്കെ കിടക്കണല്ലേ, ഒരു ഇൻവേർട്ടർ മേടിച്ച് വെച്ചൂടെ? സത്യം സാറേ, ഈ ഗവൺമെന്റിന്റെ ഒരു ഉത്തരവാദിത്വം ഇല്ല സാർ, എന്ത് ചെയ്യാൻ പറ്റും? ഇൻവേർട്ടർ ഇവിടെ അർജന്റാ സാർ. ഇവിടെ ഇടയ്ക്കൊക്കെ പവർ കട്ട് ഉണ്ട്. LDF ആയിരുന്നെങ്കിൽ 10 വർഷമായിട്ട് പവർ കട്ട് ഇല്ലായിരുന്നു. നമ്മുടെയൊക്കെ പഴയ നാട് ഇപ്പൊ LDF ആയിരിക്കണം. അവിടെ 10 വർഷമായിട്ട് പവർ കട്ട് ഇല്ല. സാറേ കണ്ടല്ലെന്നാലും സന്തോഷം. ഓ സന്തോഷം സാറേ, സന്തോഷം. താങ്ക് യു സാറേ. എന്നാ പോയിട്ട് പോയിട്ടോ. നോക്കുന്നത് ബാക്ക് ടു മെയിൻ. ഇപ്പൊ അത് സത്യമല്ലേ പറഞ്ഞേ? 10 വർഷമായി പവർ കട്ട് വന്നിട്ട്. മനസ്സിലായോ? നല്ലത് പിന്നെ പറയണ്ടേ? എടാ ബാക്കിയുള്ളവരെല്ലാം എന്തിയടാ? ടിവിയിൽ എല്ലാരും എന്തിയടാ? എല്ലാരും വെളിയിലോട്ട് വന്നു. ചന്ദ്രൻ എവിടെ? ചന്ദ്രൻ ഇറങ്ങിയോ? എന്ത് ഷോക്കായിട്ട് ഇറങ്ങി? ഹലോ റെഡി കേൾക്കാം. ആദ്യം പറഞ്ഞിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നീങ്ങനെ കാണാൻ പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ആർക്കും അങ്ങോട്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിരുന്ന ഒരു ഇതായിരുന്നു ചന്ദ്രമൻ ചോദിച്ചപ്പോ. അതിനിപ്പോ എന്താ? എനിക്ക് എന്റെ അടുത്ത് സംസാരിക്കാന്ന് പറഞ്ഞ അതിനിപ്പോ എന്താ? അല്ല എന്താ അറിയത്തില്ല. എന്താണെങ്കിലും ഗ്യാങ് എസ്പെക്ട് മോടിച്ചോൻ ഇനി ഗ്യാങ് കളിക്കത്തില്ല. അത് ഉറപ്പാണ്. വണ്ടി അല്ലോക്കെ സാറേ ഒന്ന് വരോ സാറേ? ഒന്ന് വരോ സാറേ? സാറേ അറിയാതെ സാറിന് വേറെ വണ്ടി എടുത്തിട്ട് വാടാ. ആവശ്യമുണ്ട്. ഇതിനകത്ത് ആരൊക്കെ ഉണ്ട്? സാറെന്താ പറഞ്ഞത്? സാറേ ഞങ്ങളാണോ വിളിച്ചേ? നിങ്ങളുടെ നീകൻ ഇറങ്ങി ഓടിയിട്ടുണ്ടോന്നൊരു ഡൗട്ട് ഉണ്ട്. അയ്യോ കറണ്ട് പോയപ്പോഴാ? നോക്കട്ടെ സാറിന് നോക്ക്. ഞങ്ങളെ വണ്ടിക്കത്തില്ല എന്തായാലും. ഇതാ നോക്കാം. സാറിന് വേണം ചെക്ക് ചെയ്യാട്ടോ. ഇതിനകത്തൊന്നും കയറി ഇരിപ്പുണ്ടോ? നമ്മൾ ആരൊക്കെയാണ് അതിപ്പോ ഇരിക്കുന്നേ? ഞാൻ ഒരു കാര്യം പറയട്ടെ കോച്ച്. 7 ഗണ്ണ് എവിടുന്ന് എടുത്തെന്ന് ചോദിച്ചപ്പോ കൺസൈൻമെന്റ് വണ്ടിക്കകത്തു നിന്നാണ് എടുത്തതെന്ന് പറഞ്ഞേ. ഇനി ഒരു കാര്യമുണ്ട് കോച്ച്, ഞാൻ ഇനി ബോസ് ലോക്കറിൽ പോലും ഞാൻ ഇനി കണ്ണ് വെക്കത്തില്ല. ഞാൻ ഇത് എന്തെങ്കിലും ഇതിനൊരു സൊല്യൂഷൻ ഞാൻ കണ്ടുപിടിച്ചോളാം. ഇനി എനിക്ക് മാത്രം മതി ആക്സസ് ഗണ്ണിന്റെ. നമ്മുടെ ഈ മിസ്റ്റർ എക്സോ ആയിട്ടുള്ള കേസ് തെളിയുന്നത് വരെ ഇനി തോക്കിന്റെ ആക്സസ് എന്തായാലും ഇവിടെ ഗ്യാങ്ങിൽ ഒരാൾക്ക് പോലും ഉണ്ടാവില്ല. ഗണ്ണില്ലെങ്കിൽ ഗണ്ണില്ലാതെ നടന്നാൽ മതി ഇവനൊക്കെ. 7 ഗണ്ണ് വിത്ത് ഫുൾ ഇതും ഒരെണ്ണം അവൻ യൂസ് ചെയ്തതും എന്നോട് സമ്മതിച്ച് അവനാണ് എടുത്തതെന്ന്. അവനോട് ഞാൻ ചോദിച്ചു വേറെ ആർക്കെങ്കിലും ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് ചോദിച്ചപ്പോ അവൻ ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഏതൊക്കെ എടുത്താണ് എനിക്കറിഞ്ഞൂടാ. കോച്ച് എന്നെ മിസ്റ്റർ എക്സിന്ന് വിളിച്ചായിരുന്നു. എന്നെ മിസ്റ്റർ എക്സിന്ന് വിളിച്ചിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയോന്ന് ചോദിച്ചു. കോച്ചിന്റെ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ അത് കഴിഞ്ഞിട്ട് ഒരു അപ്ഡേറ്റ് കൊടുക്കാന്ന് അവരോട് പറഞ്ഞു. നമ്മളൊന്നും പറഞ്ഞില്ല ഇതുവരെ അവരോട്. എനിക്ക് കുറച്ച് ഒന്നുമില്ല ഒരിതേ അവിടെ വെറുതെ ബ്രോ അറിയാ തട്ടിയതാണ് കേട്ടോ. ഞങ്ങൾ കണ്ടില്ല പെട്ടെന്ന് വന്നത്.
FPS നോക്കല്ലോ എനിക്ക് അറിഞ്ഞൂടാ എന്താണെന്നൊന്നും ഗ്യാങ്സ് വന്നടാ എല്ലാരും ഒന്ന് நீ உள்ள போகுது நம்ம സംസാരിച്ചിട്ട് പോവാം. അല്ല TV-ക്കകത്ത് 6 പേരേ ഉള്ളൂ ഇവിടെ മീറ്റിംഗ് പറഞ്ഞിട്ട് ഒരുത്തനും ഇല്ല ഇന്ന് അല്ല ക്യൂല ഞാൻ ഇത് നേരത്തെ പറയണല്ലടാ നമ്മള് ഈ സമയമാകുമ്പോഴത്തേനും ഒന്ന് കേറിയിരിക്കുകയാണ് ഞാൻ ഇന്ന് എത്ര നേരത്തെ പറഞ്ഞതാണ് ഹലോ എന്താ ചന്ദ്ര ഇനി ഇവൻ നീഗൻ ഗാങ്ങിൽ കളിക്കത്തില്ല ഓക്കെ വേറെ അതിനപ്പുറത്ത് തീരുമാനമൊന്നുമില്ല എത്ര എണ്ണ അവൻ ഇതിനകത്തുനിന്ന് 7 ഗണ്ണാണ് എടുത്തോണ്ട് പോയത് വേറെ ആർക്കൊക്കെ ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് ഞാൻ വഴിയെ നോക്കിക്കോളാം ഇൻവോൾവ്മെന്റ് ഉള്ള ആൾക്കാരൊന്നും ഇതിനകത്ത് കളിക്കത്തില്ല ഇത് എവിടെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഏത് ദിവസം ഇന്ന് എന്ത് ദിവസമാടാ അത് ഇന്ന് നമുക്ക് റിമൂവ് ഇടാൻ പറ്റുമോ അല്ല ഇന്ന് റിമൂവ് ഇടാൻ പറ്റുമോ സാറ്റർഡേ അല്ല അപ്രൂവ് ആക്കത്തുള്ളൂ ഫ്രൈഡേ ഇടാൻ പറ്റുമോ ടൈപ്പ് ചെയ്തിടാൻ പറ്റത്തില്ല പറ്റില്ല പെർമിഷൻ ഉണ്ടാവില്ല. ഞാൻ ഇട്ടോളാവേ നീഗനെ എടുത്ത് അതിനകത്ത് ഇട്ടിട്ട് ഞാൻ മാമനെ തിരിച്ചിടുക ലൈനപ്പിനകത്ത് അങ്ങനെ ഒരു സ്ലോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് ആരെങ്കിലും റിക്രൂട്ടും ചെയ്യും ഈ കറണ്ട് വരൂലേ നാശം പിടിക്കാൻ ഇവിടെ ഇൻവെർട്ടർ ഒന്നും ഇല്ലേ വരും